ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു മീൻകൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് മേക്കിംഗ് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ അച്ഛൻ വരും. അപ്പോൾ അച്ഛനെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പോകണം എയർപോർട്ടിലേക്ക്. അപ്പോൾ അത് കാരണം രാവിലെ നേരത്തെ പോകും. അപ്പോൾ മീൻകൂട്ടാൻ ഇന്ന് തലേദിവസം തന്നെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ നമ്മൾ തലേദിവസം വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുകയും ചെയ്യാം. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇന്ന് രാത്രി വെച്ച് വെക്കാനായിട്ട് വൈകിട്ടാണ് മീൻ വാങ്ങിച്ചത് തന്നെ. അപ്പോൾ നമ്മൾ മീൻ നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് സെൻറ്ററിൽ പോയി വാങ്ങിക്കുക ചെയ്തത്. അപ്പോൾ ആ കരിവേപ്പിലൊക്കെ പൊട്ടിച്ച് പോന്നു. ഇന്ന് എനിക്ക് നനയ്ക്കാൻ നേരം കിട്ടില്ല. അത് കാരണം മുളകൊക്കെ വാടി നിൽക്കുകയാണ്. കുടുത മീനാണ് നമ്മൾ വാങ്ങിച്ചത്. 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് വറുത്ത് ബാക്കി കറി വെച്ചു. അപ്പോൾ ഞങ്ങൾ നന്നാക്കണ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. ഇനി മീനിലേക്ക് ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, സബോള അരിഞ്ഞതിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാൻ എത്ര അളവൊന്നും പറയുന്നില്ല, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇടാം. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് പിന്നെ കുടംപുളിയാണ് ഇട്ടത്. കുടംപുളി കഴുകി അതും ഇട്ടിട്ട് ഞാനിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരു അരമണിക്കൂറോളം അത് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിച്ചോളും. അതിനുശേഷം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ പാലുകൾ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തൻപാലും അതുപോലെ 2ാം പാലും എടുത്തിട്ടാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ കൂടുതൽ കറി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇതുപോലെ വെക്കുന്നതാണ് ഇഷ്ടം. നാളികേരപ്പാലിൽ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് പറ്റും. അപ്പോൾ അത് ശരിക്കും അതിൽ മീനിലേക്ക് മുളകൊക്കെ പിടിക്കും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ അവിടെ ഒരു കുഞ്ഞ കപ്പിലൊരു കപ്പാണ്. കപ്പ് എന്ന് പറയുമ്പോൾ വലിയതൊന്നും അല്ല കേട്ടോ, ചെറിയൊരു കപ്പാണ്. അപ്പോൾ ഇതിലെത്ര വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇതൊന്ന് വറ്റിയെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ സ്റ്റൗമ്മ തന്നെയാണ് വയ്ക്കുന്നത്. സമയമില്ലാത്ത കാരണം പിന്നെ അടുപ്പത്ത് തീ പൂട്ടാനൊന്നും നിന്നില്ല. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ചൊന്ന് വറ്റട്ടെ. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സ്റ്റാൻഡിൻ്റെ സ്റ്റൗമ്മേക്ക് അത് കറക്റ്റായിട്ട് ഇരിക്കില്ല. തൻപാൽ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി 2ാം പാലും ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരു നേരത്തേക്ക് ഉച്ചക്കലത്തേക്ക് മാത്രമാണ് കറി വെക്കുന്നത്. അച്ഛന് വൈകിട്ട് ചപ്പാത്തി വേണം. അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് വേറെ കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഉച്ചക്കലത്തേക്ക് മാത്രം കണക്കാക്കിയിട്ടാണ് കറി വെക്കുന്നത്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ പാലൊഴിക്കുന്നത്. അപ്പോൾ അതവിടെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം 2ാം പാൽ ഒഴിക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ പീര നമ്മൾ അടിച്ചത് കളയാതിരുന്നാൽ നമുക്ക് ഈ സമയത്ത് വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നാളികേരം ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ പാലൊന്നും കൂടി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാലൊഴിച്ചിട്ട് നമ്മൾ ഒരുപാട് വറ്റിക്കരുത്. കാരണം നമുക്ക് വെള്ളം എത്രത്തോളം വേണമെന്നുള്ളത് ഈ പാലിലാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. കാരണം വെള്ളം വറ്റിച്ചെടുത്തതാണല്ലോ. പിന്നെ നാളികേരപ്പാൽ 2ാം പാൽ ഒഴിച്ച് നമ്മൾ ഒരുപാട് വറ്റിച്ച് കളഞ്ഞാൽ വെള്ളം കുറയും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തൻപാലൊഴിച്ച് വാങ്ങാം. അപ്പോൾ തൻപാലൊഴിച്ചാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി, ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ കൂട്ടാൻ വേഗം കേടാവും എന്നാണ് പറയുക. അപ്പോൾ അതാണ് തൻപാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്തിരി കൂട്ടാൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ഒന്നും കൂടി കലക്കി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിളച്ചാൽ നമ്മൾ അപ്പം വാങ്ങി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് വറുത്തിടാനായിട്ട് കരിവേപ്പില, ഉള്ളിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകൂട്ടാൻ ഇവിടെ റെഡിയായി വരികയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കരിവേപ്പിലയും സബോള തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിപ്പോൾ വേഗം സമയമില്ലാത്ത കാരണം വേഗം സബോള അരിഞ്ഞെടുക്കുക ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ മേക്കിംഗ് വീഡിയോസായിട്ട് വരും. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിലേക്ക് ഇട്ടു. ഇനി അതങ്ങനെ ഒരുപാട് ഇളക്കണില്ല, കാരണം നമ്മളത് അങ്ങനെ വയ്ക്കുകയാണല്ലോ. രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസമല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇളക്കി അങ്ങനെ കളയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മീൻകറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വയ്ക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.